ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാഅല്ലാ അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ 2 ദിവസത്തെ വിശേഷങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ നബിദിനം, ഓണം അങ്ങനെയൊക്കെ കഴിഞ്ഞു പോയില്ലേ. അപ്പം നബിദിനത്തിൻ്റെ അന്നത്തെ വ്ളോഗ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും അന്ന് പറ്റിയില്ല കേട്ടോ. കാരണം കൊച്ചിൻ്റെ റാലിയൊക്കെ കഴിഞ്ഞ് കയറി വന്നപ്പോഴത്തേക്കും ഒരുപാട് താമസിച്ചു. ഒരു 10-11 മണിയോളം ആയിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ എന്താ എനിക്ക് പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അതിനുള്ളൊരു ഇതൊന്നും ഇല്ലായിരുന്നു. രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ 6:30 ആയപ്പോഴത്തേക്ക് പള്ളിയിലേക്ക് പോയി കേട്ടോ. 7 മണിക്കായിരുന്നു റാലി. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള വിശേഷം ഞാൻ പറയാം. അപ്പോൾ ഇത് രാവിലെ ഇത് ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ ഇന്നത്തെ വിശേഷം തന്നെയാണ് കേട്ടോ. ഇന്ന് തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ട് അതങ്ങ് അപ്ലോഡ് ആക്കിയതാണ്. ഇന്നത്തെ ഉണ്ട്. നബിദിനത്തിൻ്റെ അന്ന് കുറച്ച് നബിദിന പരിപാടിയൊക്കെ എടുത്തതും ഇരിപ്പുണ്ട് കേട്ടോ. അല്ലാതുള്ള ഒരു വീഡിയോ ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് ഓണത്തിന് സദ്യ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചെങ്കിലും സദ്യയൊക്കെ നമ്മൾ പെട്ടെന്ന് ചടപടയെന്നും പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സദ്യയായിരുന്നു കേട്ടോ. ഞാൻ ഒരു ഫോട്ടോ പോലും സദ്യയുടെ എടുത്തില്ല എന്നുള്ളതാണ്. കാരണം ഞാനതൊക്കെ മറന്നുപോയി കേട്ടോ. പിന്നെ നബിദിനത്തിനൊക്കെ പോയിട്ട് വന്നിട്ടാണ് ഞാൻ സദ്യ ഒരുക്കിയത്. അപ്പോൾ ഒരുപാട് കറികളൊന്നും ഞാൻ ഉണ്ടാക്കിയതുമില്ല. അത്യാവശ്യം ഉണ്ടാക്കാൻ ആ സമയത്തിന് പറ്റുന്ന രീതിയിലുള്ളത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറയാവേ. അപ്പോൾ രാവിലെ അനിയത്തി മുറ്റമൊക്കെ അടിക്കുകയാണ്. മുറ്റം അടിക്കാൻ വേണ്ടി ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും കൂടെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ 2 ദിവസം നമ്മുടെ നബിദിനത്തിന് 2 ദിവസം മുന്നേ വരെ നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴ പെയ്തുകൊണ്ട് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ഓണം നബിദിനമൊക്കെ വെള്ളത്തിലായിരിക്കുമെന്ന്. പക്ഷേ എന്തോ അന്നത്തെ ദിവസം തൊട്ട് മഴ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ നിമിഷം വരെ മഴയൊന്നും വന്നിട്ടില്ല. ചെറിയ മഴക്കോളും ഒക്കെ ഉണ്ടെങ്കിലും മഴ പെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം തറയൊക്കെ നല്ലതുപോലെ ഉണങ്ങി കിടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് തൂക്കാനുണ്ടായിരുന്നു. അത്രയും ദിവസം നമ്മൾ മുറ്റമടി മഴയായി കഴിഞ്ഞാൽ പിന്നെ മുറ്റമടിക്കുന്നതിൻ്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. അപ്പം അത്രയും ചപ്പും ചവറും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതുപോലെ കാട് കയറി ചെറിയ ചെറിയ പുല്ലൊക്കെ വളർന്ന് നമുക്ക് ചെത്താൻ പാകത്തിനുള്ള വളർച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചൊക്കെ നമ്മൾ പറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു തൂക്കുന്ന കൂട്ടത്തിൽ തന്നെ. അപ്പം മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പോച്ച പറിച്ച് കളഞ്ഞാലും പിന്നും അത് 2 ദിവസം ആകുമ്പോഴത്തേക്കും ഒരു വശത്ത് നമ്മൾ പറിച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പുറം വീടിന് പുറകോ ഫ്രണ്ടോ ഒക്കെ ആയിട്ട് നന്നായിട്ട് വീണ്ടും കാട് കയറാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇതാണ് നമ്മുടെ നബിദിനത്തിൻ്റെ റാലിയും അതുപോലെ തന്നെ പിള്ളേരുടെ ദഫും കോൽക്കളിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് ഞാൻ വീഡിയോ എടുത്ത് ഷോർട്ടിൻ്റെ ഇതിലെടുത്തിട്ടുള്ള വീഡിയോയാണ് കേട്ടോ. ലോങ് ആയിട്ടിടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഷോർട്ടായിട്ട് കുറച്ചൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യത്തെ എന്ന് വെച്ചാൽ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ നബിദിനം കൂടുന്നത്. അതുകൊണ്ട് എൻ്റെ കൊച്ചിൻ്റെ ആദ്യത്തെ റാലിയാണ് നബിദിനം. അവൾക്കുള്ളേയും ആദ്യത്തെ ഇതാണ് നബിദിനത്തിൻ്റെ ആഘോഷിക്കാനായിട്ടുള്ള ഇറങ്ങുന്നത്. ആദ്യത്തെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ നന്നായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല പിള്ളേർക്കുള്ള ദഫൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. എല്ലാ പ്രോഗ്രാമും അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും ഹാപ്പി ആയിട്ട് നമ്മൾ നബിദിനം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് റാലി കഴിഞ്ഞ് തിരിച്ച് കൊച്ചിനെ വിളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് തന്നെ ഞാൻ ആകെപ്പാടെ, അതായത് നല്ല വെയിലും ഉള്ള ദിവസമായിരുന്നു കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു അന്നത്തെ ദിവസം. അപ്പോൾ പിന്നെ ഇത് ഞാൻ കുറച്ച് ഷോർട്ട് ഇട്ടിട്ടുണ്ട്. കുറച്ച് പേര് കണ്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. കുറച്ച് പേരൊക്കെ 1-2 പേരൊക്കെ, കുറച്ചൊന്നൊന്നുമല്ല, 1-2 പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നവരാരാന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. പക്ഷേ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പം കുറച്ച് ഞാൻ അപ്പോഴേ തന്നെ അന്നത്തെ ദിവസം തന്നെ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ സദ്യ ഉണ്ടാക്കിയത് എനിക്ക് ഇടാൻ പറ്റിയില്ല. ഞാൻ തലേന്ന്, അതായത് ഓണത്തിൻ്റെ തലേന്ന് അവിയൽ, സാമ്പാർ അങ്ങനെയുള്ള പച്ചക്കറികൾ ഓരോന്നിന് വേണ്ടിയിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കറികൾ, അതായത് സദ്യക്ക് വേണ്ട കറികളൊന്നും ഞാൻ ഉണ്ടാക്കിയതുമില്ല. പിന്നെ കൊച്ചിന് കൊടുക്കണമല്ലോ, അവൾക്ക് ഓണസദ്യ ഒരുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു ഓണസദ്യയായിരുന്നു. എന്നാലും അൽഹംദുലില്ലാ നന്നായിട്ട് തന്നെ നമ്മളെല്ലാവരും 2 ആഘോഷങ്ങളും കൊണ്ടിട്ടുണ്ട്. അപ്പം അന്ന് ഞാൻ ഉണ്ടാക്കിയ എന്തുമായിരുന്നു, പരിപ്പില്ലായിരുന്നു കേട്ടോ. പരിപ്പ് രസം അങ്ങനെയൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല. ഞാൻ ആകെ സാമ്പാർ, പുളിശ്ശേരി, അതുപോലെ അവിയൽ, ഒരു തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചാർ പുറമേ മേടിച്ചിട്ടുള്ളതായിരുന്നു. പിന്നെ ഇഞ്ചി ഞാൻ തലേന്ന് രാത്രി തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇഞ്ചി അച്ചാറാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ ഇഞ്ചി അച്ചാർ, പിന്നെ പപ്പടം, പിന്നെ ഉപ്പേരി, അതുപോലെ തന്നെ
നമ്മുടെ ശർക്കര വരട്ടി അങ്ങനെയൊക്കെ എല്ലാം വെച്ചിട്ട് പപ്പടം എല്ലാം ഉണ്ടായിരുന്നു, സംഭവം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ കാളൻ, ഓലൻ, പിന്നെ ചുമന്ന പച്ചടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ള പച്ചടി ഞാൻ വെച്ചിട്ടില്ലായിരുന്നു. ബീട്രൂട്ട് പച്ചടിയാണ് വെച്ചത്. പിന്നെ എന്താ അങ്ങനെയൊക്കെ വെച്ചിട്ട് സദ്യ എന്തായാലും ഉണ്ടാക്കിയെടുത്തു. പക്ഷേ എനിക്ക് അത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ആ ഒരു സങ്കടമുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് ഉടനെ ഒരു സദ്യ ഉണ്ടാക്കണം എന്ന് മനസ്സിലൊരാഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ അത്രയായിരുന്നു നമ്മുടെ നബിദിനത്തിൻ്റെ ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടോ. നബിദിനം ഓണം ഒരു ദിവസം വന്നതുകൊണ്ട് എല്ലാം ഒരു എന്താ ചടപടേ എന്നായിരുന്നില്ല കാര്യങ്ങളെന്ന് പറയുന്നത് പോലെയായിരുന്നു. അപ്പോൾ നമുക്ക് അന്നത്തെ ദിവസം വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ദേ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ആക്കുന്ന ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അങ്ങനെ രാവിലെ ഇഡ്ഡലിയും മുട്ടക്കറിയായിരുന്നു. ഒരു കോമ്പിനേഷനും ഇല്ലെന്നറിയാം, പക്ഷേ തേങ്ങ ഇരിപ്പില്ലായിരുന്നു കറി വെക്കാനായിട്ട്. തേങ്ങയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് എണ്ണ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് വെച്ച് രാവിലത്തെ കറിയും ഉച്ചക്കലത്തേക്കുള്ള കറികളും എല്ലാം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുക്കുകയും വേണം. എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഉള്ളി എടുത്തിട്ട്, അപ്പോൾ സവോള മാത്രമേ ഇരിപ്പുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇഡ്ഡലിക്ക് സാമ്പാർ ചമ്മന്തിയൊക്കെയാണ് വേണ്ടത്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഉള്ളിക്കറിയും, അതായത് മുട്ടക്കറിയും ഇഡ്ഡലി ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയൊക്കെ രാവിലെ തന്നെ ഞാൻ അടുപ്പ് ചാരമൊക്കെ വാരി വൃത്തിയാക്കി അവിടെയൊക്കെ തീയൊക്കെ പിടിപ്പിച്ച് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഗ്യാസിലോട്ട് തന്നെ ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞ് കുക്കറിലോട്ടിട്ട് വേവിച്ച്. എനിക്ക് ഉള്ളിക്കറിയൊക്കെ കുക്കറിൽ വേവിക്കുന്ന കേട്ടോ ഇഷ്ടം. ഭയങ്കര ടേസ്റ്റാണ് കുക്കറിൽ. അതാകുമ്പോൾ ഉള്ളിയൊക്കെ അങ്ങ് വെന്ത് കുഴഞ്ഞ് നല്ല ടേസ്റ്റാണ്. അങ്ങനെ മുട്ട 3 പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പുഴുങ്ങി കിട്ടി. അതൊക്കെ ഒന്ന് കീറിയാട്ടോ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ മഞ്ഞയൊക്കെ ഒന്ന് മഞ്ഞയിൽ ആ അരപ്പൊക്കെ പിടിച്ച് ആ കറിയൊക്കെ ഒന്ന് പിടിച്ച് എരിവൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ മുട്ടക്കറിക്ക്. അങ്ങനെ രാവിലത്തെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞു. ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമാണ്, അതായത് വെക്കേഷൻ കഴിഞ്ഞിട്ട് സ്കൂൾ തുറക്കുന്ന ദിവസവും കൂടെ ആയതുകൊണ്ട് കൊച്ചിന് സ്കൂളുണ്ടായിരുന്നു. കൊച്ചിന് കാപ്പിയൊക്കെ കൊടുത്തു ഒരുക്കി അവളുടെ കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് ഞാൻ നേരെ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അക്ഷയയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കറണ്ട് ബില്ലൊക്കെ അടയ്ക്കണമായിരുന്നു. അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ തിരികെ വന്ന് ഞാൻ കാപ്പിയൊക്കെ കുടിച്ചു. വന്നിട്ടാണ് കേട്ടോ കാപ്പി കുടിച്ചത്. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. രാവിലെ ചായ ഇട്ടതും നമ്മൾ കാപ്പി കുടിച്ചതും കഴിച്ചതും ഒക്കെ ആയിട്ടുള്ള പാത്രങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് കഴുകി വാരി വെച്ചിട്ടുണ്ട്. അരിയൊക്കെ ഇതിനിടയ്ക്ക് അനിയത്തി അടുപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുവിധമൊക്കെ തിളച്ച് കിടക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ ഉപ്പ് ഭരണി പുളിയൊക്കെ ഇട്ട് വെക്കുന്ന ഭരണി ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് തുടച്ച് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ അടുപ്പാണ് കൂടുതൽ യൂസ് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പുകയേറെ ഉണ്ടായിട്ട് ചെറിയൊരു കളർ ചേഞ്ച് വരും. ഞാൻ ഒട്ടിച്ച വാൾപേപ്പറിൽ തന്നെ ചെറിയ കളർ വ്യത്യാസം ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ ഒന്ന് തുടച്ചെടുത്തു കേട്ടോ. അവിടെ നമുക്ക് സ്ക്രബ്ബർ നല്ല കമ്പി ആ ഒരു സ്ക്രബ്ബർ വെച്ചിട്ടൊന്നും കഴുകാനായിട്ട് പറ്റത്തില്ല, കീറിപ്പോവും. വളരെ കട്ടി കുറഞ്ഞ പേപ്പറാണ് വാൾപേപ്പർ നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത്. അതിൻ്റെ കുറച്ച് ഭാഗം പൈപ്പിൻ്റെ വശത്തൊക്കെ ഉള്ളത് കീറിപ്പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ശ്രദ്ധിക്കുന്നത് പോലെ ഇരിക്കും കാര്യം. അങ്ങനെ ഞാൻ വന്ന ഉടനെ പാത്രമൊക്കെ കഴുകി തിട്ടപ്പുറമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടതിന് ശേഷം എന്ത് ചെയ്തതെന്നറിയാമോ, കുറച്ച് വറ്റൽമുളക് എടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ചതച്ച മുളക് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കേട്ടോ. ഞാൻ കടയിൽ നിന്നാണ് മേടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ കുറച്ച് വറ്റൽമുളക് ഒന്ന് ചട്ടിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് അതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് രണ്ടരം ഒന്ന് അടിച്ചെടുത്തൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറിയൊരു ബോട്ടിലിൽ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കത് മെഴുക്കുരട്ടാനോ മീൻ പൊരിക്കാനോ എന്തിനെങ്കിലുമൊക്കെ എടുക്കാം. ചതച്ച മുളകിട്ട് ചെയ്യാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറച്ചിക്കറി വെക്കുമ്പോഴോ ചിക്കൻ കറി വെക്കുമ്പോഴോ ഒക്കെ നമുക്കത് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ് ഈ ചതച്ച മുളകിന്. അപ്പോഴത്തേക്കും ഞാൻ അതൊക്കെ ഒന്ന് ചതച്ച് മാറ്റി വെച്ചു. പിന്നെ മീൻ കിട്ടിയിട്ടുള്ളത് കത്തിപ്പാര അഥവാ സീഡി എന്നൊക്കെ പറയും. പിന്നെ കുറച്ച് കൊഴിയാള ഉണ്ടായിരുന്നു, അതായത് കുളയില, ചെറുതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് കട്ട് ചെയ്തിട്ട് വറുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. അതൊക്കെ കുറച്ച് കറി വെക്കാനും മാറ്റി വെച്ചു. പിന്നെ കപ്പ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഞാൻ കപ്പയും കൂടെ ഒന്ന് തോലൊക്കെ കളഞ്ഞ് അതും വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പുഴുങ്ങാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പിന്നെ വിചാരിച്ചു വേണ്ട, പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് കുറച്ചുകൂടെ എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് കറിക്കായിട്ട് ചെറുതായിട്ട് കൊത്തി ഉപ്പും മഞ്ഞളും ഇട്ട് കുക്കറിലോട്ട് വെച്ചു. കുക്കർ പ്രാവശ്യം അടച്ച് ഞാൻ വെച്ചില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവുന്ന ചീനിയാട്ടോ. ഇതിന് മുന്നേ അടച്ച് വെച്ചിട്ട് ചീനിയും വെള്ളവും എല്ലാം ഒരുപോലെ പായസം പോലെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് ഒന്ന് തിളയ്ക്കുമ്പം തന്നെ വേവുന്നതായതുകൊണ്ട് ചെറിയൊരു പാത്രം വെച്ച് അങ്ങ് അടച്ചു കൊടുത്തു. അപ്പോൾ ദേ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ വറുക്കാനുള്ള മീനിൽ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വാപ്പ കൊണ്ടുവന്ന ആ സമയത്ത് കേട്ടോ. തേങ്ങ ഇരിപ്പില്ലായിരുന്നു രാവിലെയൊന്നും.
അപ്പോൾ തേങ്ങയൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മി അരപ്പൊക്കെ കൂട്ടി, മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് അരപ്പൊക്കെ കൂട്ടി അതും നമ്മൾ കറിക്കായിട്ട് ചട്ടിയിലോട്ട് ഒഴിച്ച് അതും കൂടെ അടുപ്പിലോട്ടാക്കി. ഈ സമയം നമ്മുടെ കപ്പ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കപ്പയൊക്കെ ഒന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞളൊക്കെ ചേർത്തിട്ടാണ് നമ്മളിത് വേവിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞ് ഇടിച്ചെടുത്താൽ മാത്രം മതിയായിരുന്നു കേട്ടോ. എണ്ണ ഞാൻ കമ്മിയാണെന്ന് പറഞ്ഞില്ലേ, എണ്ണ ഇല്ലായിരുന്നേ. അതുകൊണ്ട് ഞാൻ ഇതുപോലെയാണ് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് സംഭവം കേട്ടോ. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കറിയൊക്കെ തിളച്ച് വന്നപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു തോരന് വേണ്ടിയിട്ട് ബീട്രൂട്ടും കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബീട്രൂട്ട് തോരനും ആക്കി എടുത്തു. നമ്മുടെ മീൻ വറുത്തതും മീൻ കറിയും ചീനി അഥവാ കപ്പ വേവിച്ചതും പിന്നെ നാരങ്ങ അച്ചാറും ഒക്കെ ആയിട്ട് നമ്മുടെ ഉച്ചയൂണ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അസ്സലാമു അലൈക്കും. ടാറ്റാ.